അപ്പോൾ എല്ലാവർക്കും ഇൻട്രോവേർട്ടഡ് ഫിൽമി ക്രൂവിൻ്റെ ക്രിസ്തുമസ് ആശംസകൾ. പറ ഹാപ്പി ക്രിസ്മസ്. പുള്ളി ഇപ്പോഴും ഇൻട്രോവേർട്ടാ, മാറ്റിട്ടത്. സോ ഇന്ന് ക്രിസ്മസ് പ്രമാണിച്ച് നമ്മുടെ സൂര്യയുടെ ഏറ്റവും പുതിയ സിനിമയായ റിട്രോ കാർത്തി സുബ്രാജ് ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൻ്റെ ഒരു ടീസർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് കണ്ടു നോക്കാം. വേറെന്തോ ഇറങ്ങിയില്ല കുറച്ച് ഒരു ഇതിൻ്റെ ബർത്ത്ഡേ സൂര്യയുടെ ബർത്ത്ഡേയിൽ അന്ന് ഈ പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ്. സൂര്യ 44 എന്നുള്ള ആയിരുന്നു ഇതിൻ്റെ പേര്. ഇപ്പോൾ അത് ഒറിജിനൽ പേര് അതിൻ്റെ റെട്രോ എന്ന് ആക്കിയിരിക്കുകയാണ്. സോ നമുക്ക് അതിൻ്റെ ടീസർ കണ്ടു നോക്കാം. കങ്കുവയ്ക്ക് ശേഷം സൂര്യയുടെ എന്താണ് പരിപാടി എന്നറിയാം. പ്ലേ ചെയ്യണം. വാരണാസിയാണ് ഞങ്ങളെയാക്കോണം. கோபம் கம்மிப்படுத்த என் அப்பாவோட வேலை பார்க்கறது என்னோட விடுது. ജോയോ അച്ഛനാണോ? அடுத்தடி கடுப்பில் எதிர்த்தங்களை அறிய ஒடுத்தணும். எல்லாத்தையும் என்னோட விட்டுடுத. சிரிக்க சந்தோஷமா இருக்க முயற்சி பண்ணுங்க. ജയറാമല്ലേ? என் பொறுப்புகளோட பர்பஸ் உன் பாஷையில் சொல்லணும்னா என் தாமம். இனி காதல், பரிசுத்த காதல். വേറെ ലുക്കല്ലേ ഹൈടെക്. அது மட்டும்தான் கரெக்டாக ரைட்டாக சொல்லிவிடுது. இப்போ நீ சொல்லு, கல்யாணம் பண்ணிக்கலாம் படி. സന ബീജിയം അങ്ങനെ കാർത്തി സുബ്രാജ് പടം ലവ് ലാഫ്റ്റർ വാർ. അല്ലേ പതിവ് സെലിബ്രേഷൻ ഓഫ് മച്ചിസ്മോ. മരിക്കുന്നു, പിടിക്കുന്നു, വെട്ടുന്നു. കാർത്തി സുബ്രാജിൻ്റെ ഈ പുള്ളി ഒരു ഭയങ്കര ഗ്യാങ്സ്റ്റർ സിനിമ പ്രേമിയാണ്. പുള്ളിയുടെ റെട്രോ സ്റ്റൈല്. അതെ, അത് റെട്രോ സ്റ്റൈല് ഈ ഗ്യാങ്സ്റ്റർ സിനിമകളുടെ ഒരു ഭയങ്കര ആരാധനയാണ് പുള്ളി. അപ്പോൾ അത് ആ മൂഡിലുള്ള കംപ്ലീറ്റ് ഒരു പടം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഈ ആ ഗ്യാങ്സ്റ്റർ പടത്തിനപ്പുറം ഇതൊരു ലവ് സ്റ്റോറി ആണെന്ന് പുള്ളി പറയുന്നുണ്ടായിരുന്നു. മേ ബി ഇവരുടെ റിലേഷൻഷിപ്പ് ആണെന്ന് തോന്നുന്നു പടത്തിൻ്റെ. ഓമയാന്ന് തോന്നല്ലേ? അറിയത്തില്ല എങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്ത് അല്ല, പുള്ളി എല്ലാ ഡയലോഗും പുള്ളി പറയുന്നു. ഇവിടെ സിനിമയിൽ ഡയലോഗ് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ, അത് അറിയില്ല നമുക്ക്. അപ്പോൾ ഇവരുടെ യൂഷ്വൽ ഗ്യാങ്സ്റ്റർ പടത്തേക്കാൾ ഇതൊരു കുറച്ചുകൂടെ എന്താ പറയുക, മറ്റേ ലവ് സ്റ്റോറി ആണെന്ന് പുള്ളി പറയുന്നുണ്ട്. ഇതൊരു ഗ്യാങ്സ്റ്റർ പടം അല്ല, ഇതൊരു ലവ് സ്റ്റോറി ആണെന്നാണ് കാർത്തി സുബ്രാജ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് ലുക്കും ആണല്ലേ ഇതിനകത്ത്. ഇവിടെ ഇരുന്ന പുള്ളി ലുക്കും പിന്നെ സൂര്യയുടെ പഴയകാല. ഏതൊരു യുദ്ധത്തിൻ്റെ പിന്നിലും ഒരു വുമൺ ഉണ്ടായിരിക്കുന്നതല്ല, അപ്പോൾ ലവ് വരുമല്ലോ. ലവ് ലാഫ്റ്റർ വാർ എന്നാണ് ഇതിൻ്റെ ടാഗ് ലൈനായിട്ട് 3 കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ പ്രതീക്ഷ വരുന്നത് സൂര്യയുടെ ഒരു ഭയങ്കര കംബാക്കാണ് പ്രതീക്ഷ വരുന്നത്. ഒരു ഘടകം ഈ എപ്പോഴും ഈ കംബാക്ക് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബോറായി മാറിയിരിക്കുക. അതിനിവിടെ നല്ലതായിരുന്നല്ലോ. ഏതായിരുന്നു കങ്കുവ? ആക്ച്വലി കങ്കുവയിൽ നേരിട്ട ആ തിരിച്ചടിക്ക് ശേഷം പുള്ളി തിരിച്ചു വരും എന്നാണ് ഇത് കാണുമ്പോൾ. അല്ല, ഇത് കാണുമ്പോൾ തോന്നുന്നുണ്ട്. സാധാരണ ലുക്ക് ആൻഡ് അപ്പിയറൻസ് ആണെങ്കിലും സമയം. അല്ല, ഈ 2 ആക്ടേഴ്സ് ഉണ്ട് സാധാരണ, സൂര്യയും വിക്രവും. അവരുടെ മോശം പടം ചെയ്താലും പടം മോശം, പക്ഷെ വിക്രം നല്ലതായിരുന്നു അല്ലെങ്കിൽ സൂര്യ നല്ലതായിരുന്നു പറഞ്ഞു. പക്ഷെ കങ്കുവയ്ക്ക് അതും ഇല്ല. കാരണം ഇവരുടെ പെർഫോമൻസ് വരെ പരാജയപ്പെട്ട അവസ്ഥ. പക്ഷെ ഇതില് അതെല്ലാം അതല്ല, ഈ കുറച്ച് പൂജ ഹെഗ്ഡെയുടെ റോൾ പോലെ സാധാരണ ഇങ്ങനത്തെ പടങ്ങളിൽ നായികയ്ക്ക് അത്ര
നയെ കാണുമ്പോൾ തന്നെ അറിയാം മറ്റേ ടെംപ്ലേറ്റഡ് നായിക ക്യാരക്ടറിന് അപ്പുറത്തേക്ക് അത് വേറെ കാര്യമുണ്ട്. കാർത്തി സുബ്രാജിന്റെ സിനിമകളിൽ നായികമാരെ ഏറ്റവും നന്നായിട്ട് എഴുതുന്ന നായികമാരുടെ ക്യാരക്ടർ എഴുതുന്ന ഒരു ഡയറക്ടറാണ് കാർത്തി സുബ്രാജ്. കാരണം പുള്ളിയുടെ മിക്ക പടങ്ങളും ചെറിയ റോളാണെങ്കിൽ തന്നെ അവർക്കൊരു സ്പേസ് ആ പടത്തിന് ഉണ്ടാവും. അതെപ്പോഴും പുള്ളിയുടെ റൈറ്റിംഗ് ഉണ്ടാകുന്നത്. എസ്പെഷ്യലി പുള്ളി ഇരവി പോലൊരു പടം കംപ്ലീറ്റ്ലി ഫീമെയിൽസിൻ്റെ പെർസ്പെക്റ്റീവ് ഒരു ഫുൾ പടം ചെയ്തിട്ടുണ്ട്. 3 പെൺകുട്ടികൾ അത് കണ്ടുണ്ടായിരുന്നു ഇരവി. അത് ഭയങ്കര കിള്ളം പടം. പുള്ളിയുടെ ലിസ്റ്റിൽ ഫ്ലോപ്പായ പടങ്ങളുടെ കൂടുതലൊന്നാണ് ഇരവി. പക്ഷേ ആ സിനിമ അതിനൊരു ഭയങ്കര വലിയ ഫാൻ ബേസ് ഉണ്ട്. കാരണം അത് മറ്റേ വലിയ ഹിറ്റ് പടങ്ങൾക്ക് ശേഷം വന്ന പടം. അപ്പോൾ പുള്ളി ഒട്ടും ആരും എക്സ്പെക്ട് ചെയ്തില്ല പുള്ളി അങ്ങനത്തെ ഒരു സിനിമ ചെയ്യുമെന്ന്. ഈ ജിഗർദണ്ഡയ്ക്ക് ശേഷം അത് വന്നെന്ന് തോന്നുന്നു. അപ്പോൾ ജിഗർദണ്ഡ ഭയങ്കര ഹിറ്റായി കഴിഞ്ഞപ്പോൾ നേരെ വരുന്നത് ഒരു ഫീമെയിൽ സെൻട്രിക് പടം എന്ന് പറയാൻ പറ്റില്ല. എന്നാലും 3 ഫീമെയിൽസിൻ്റെ സ്റ്റോറിയാണ്, സ്ട്രോങ് ഫീമെയിൽസിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ അത് പുള്ളിയെ എല്ലാ പടത്തിലും ഈ ഫീമെയിൽ ക്യാരക്ടേഴ്സിന് എഴുതുന്ന കുറച്ച് രസമായിട്ടാണ്. പൂജായുടെ പുള്ളിക്കാരുടെ ഇൻ്റർവ്യൂസ് ഒക്കെ പുള്ളിക്കാർ പറയുന്നത് കേട്ടുണ്ടോ? പുള്ളിക്കാർ കുറച്ചുകൂടെ പറയുന്നത് കേൾക്കുമ്പം നന്നായിട്ട് ഇതിനെപ്പറ്റി നോളജ് ഉള്ള ഒരാൾ സംസാരിക്കുന്ന പോലെ. പക്ഷേ പുള്ളിക്കാരിക്ക് കിട്ടുന്ന റോളുകളെല്ലാം ടെംപ്ലേറ്റ് റോൾ. സിനിമയെ വളരെ എന്താ പറയുക കൊമേഴ്ഷ്യലായിട്ടായിരിക്കും പുള്ളിക്കാരി അപ്രോച്ച് ചെയ്യുന്നത്. അതായത് ക്യാഷിന് വേണ്ടി അഭിനയിക്കുന്നു എന്നുള്ള ലൈനായിരിക്കും. അപ്പം ചിലപ്പം ഇതുപോലെ നല്ല റോൾ കിട്ടിയാൽ ചെയ്യും. എന്നാലും പൊതുവേ കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യുക ഉള്ള ടൈമിൽ അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം പുള്ളിക്കാരത്തെ ലുക്ക് വൈസ് ഒരുപാട് നല്ല റോള് കിട്ടുന്നതാണ്. അപ്പം ഇത് തന്നെ സൂര്യയായിട്ട് നല്ല ചേർച്ചയുണ്ട്. ഈ ഭാഷ ഏതോ വേറെ ഏതോ അത് തമിഴ് തന്നെ മറ്റേ എനിക്ക് ശ്രീലങ്കൻ തമിഴോ അങ്ങനെ എന്തോ ഒരു വ്യത്യാസമുണ്ട് തമിഴിന്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് സന്തോഷ് നാരായണൻ. അതെ, പുള്ളിക്ക് പുള്ളി ഇപ്പം നോർമൽ പടം ചെയ്താൽ തന്നെ റിട്രോ വൈബിലാണ്. അപ്പോൾ ഒരു റിട്രോ പടം കിട്ടുമ്പോഴത്തേക്കും പുള്ളി കത്തിക്കും. അത് വേറെ കാര്യം. ഇപ്പം ജിഗർദണ്ഡ XX ഒക്കെ അത് തന്നെ ആയിരുന്നു സംഭവം. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. അതറിയാലോ. ഏറ്റവും കൂടുതൽ മലയാളികളുടെ സാന്നിധ്യം കണ്ടു. മറ്റേ ഈ കട്ടിനടിച്ചാൽ തോന്നുന്നു മറ്റേ ജോജോ ജയറാമ, പിന്നെ മറ്റേ നമ്മുടെ പുള്ളിയുടെ പേര് മറന്നുപോലും ആ ഇടയ്ക്കൊന്ന് ചിരിക്കുന്ന ഒരു അതായിരുന്നു. അവൻ്റെ ഫേസ് നമ്മുടെ മഹേഷിന്റെ മറ്റേ വില്ലുണ്ടല്ലോ പുള്ളിയുടെ പേര് പറഞ്ഞാൽ നമ്മുടെ സുജിത്ത് പുള്ളി അങ്ങനെ കുറച്ച് നല്ല കുറെ വന്നിട്ടുണ്ട്. പിന്നെ മൊത്തം ചുമലയാണ്. അതാണ് ചോരയുടെ ചുവപ്പായി. അതെ, തോക്ക്, മറ്റേ ഈ പറഞ്ഞ പോലെ വെടി പരിപാടി, വെള്ളവടി, സിഗരറ്റ് വലി, സ്ലോമോ വോക്ക് പരിപാടി എല്ലാം ഉള്ള പ്രോപ്പർ ഗ്യാങ്സ്റ്റർ ലവ് സ്റ്റോറി. ഒരു ഗ്യാങ്സ്റ്റർ ലവ് സ്റ്റോറി എന്ന് പറയാം. വെറൈറ്റി ആയിരിക്കും അല്ലേ? അതാണെന്ന് തോന്നുന്നു പടത്തിന്. ഇത് പറഞ്ഞല്ലോ അച്ഛനെന്നാ മെൻഷൻ ചെയ്യുമ്പോൾ മറ്റേ ജോജനെ കാണിക്കുന്നത്. അച്ഛനായിട്ട് അടിക്കണം. ലുക്കും മറ്റേ രസമാണ് പല്ലൊക്കെ ചാടി. അപ്പൊ അച്ഛൻ ഗ്യാങ്സ്റ്റർ ആണ്, മകൻ അതേ പാത പിന്തുടരുന്നു. ഈ സമയത്ത് മകനൊരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലാവും. കാർത്തിക് സുബ്രാജ് ഉണ്ട് ഇതില് നമ്മുടെ ജഗമേ തന്തിര. അതെ, അവര് നല്ലൊരു പുള്ളിക്ക് എനിക്ക് തോന്നുന്നു കാർത്തിക് സുബ്രാജിനോട് വർക്ക് ചെയ്യാൻ നല്ല ഒരു റാപ്പാന്ന് തോന്നുന്നു അവർ തമ്മിൽ. ഇതിലെനിക്ക് സൂര്യ ആരാധകര് നിരാശരാവില്ല എന്ന് തോന്നുന്നു. ഒരു പരിധി നല്ല പ്രതീക്ഷ അല്ലേ? സൂര്യ അടിപൊളിയായിരിക്കും. പോലെ ആവില്ല ഉറപ്പായിട്ട്. കാർത്തിക് സുബ്രാജ് മോശമാക്കാൻ സാധ്യതയില്ല. മോശമാക്കാൻ എന്നാലും കാർത്തിക് സുബ്രാജിന്റെ ചിലപ്പോൾ മിക്സ്ഡ് ആവുമല്ലോ. അത് കൊമേഴ്ഷ്യലി ഉള്ള സംഭവം. പുള്ളിയുടെ പടങ്ങൾ മിക്സ് ആവുന്ന എപ്പോഴും എന്തുകൊണ്ടാണെന്നറിയോ? പുള്ളിയുടെ സിനിമ ഈ കൊമേഴ്ഷ്യൽ ലൈനിനെ കുറച്ചുകൂടെ ബ്രേക്ക് ആക്കുമ്പോഴാണ്. അതായത് അവർ എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റാർ അദ്ദേഹത്തിൻ്റെ പടത്തിൽ വരുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവൽ കൊമേഴ്ഷ്യൽ ലൈനിലേക്കായിരിക്കത്തില്ല കാർത്തിക് സുബ്രാജ് പോകുന്നത്. പുള്ളിക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടാവും എപ്പോഴും. പുള്ളി ഈ മാസം പരിപാടി എല്ലാം ചെയ്യുമ്പോഴും അത് പുള്ളിയുടെ ഒരു പാറ്റേണിലേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ മിക്സ്ഡ് റെസ്പോൺസ് പലതിനും വരുന്നത്. ഇപ്പം ജിഗർദണ്ഡ XX ഭയങ്കര എന്താ പറയുക പീക്ക് സിനിമയായിരുന്നു അന്ന്. അതായത് അന്ന് അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് തിയേറ്ററിൽ. അതിനകത്ത് പുള്ളിയുടെ പൊളിറ്റിക്സും പുള്ളി പറയുന്ന പുള്ളിയുടെ സ്റ്റാൻഡും പരിപാടി എല്ലാം ആയിട്ട് അങ്ങനെ തന്നെയാണ് പുള്ളി ആ സിനിമയെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഒരു ആക്ടർ വരുന്നതനുസരിച്ചിട്ട് അയാൾക്ക് വേണ്ടി വേറെ സാധനങ്ങളൊന്നും ചെയ്ത് അങ്ങനെ ആ വഴിക്ക് സഞ്ചരിച്ചിട്ടില്ല. അങ്ങനെ പുള്ളി തലൈവർക്ക് വേണ്ടി ചെയ്തൊരു പടം പേട്ടയാണ്. ബാക്കി എല്ലാ സിനിമയും പുള്ളിയുടെ ക്യാരക്ടേഴ്സിന് മറ്റേ എന്താ പറയുക സ്റ്റോറി ലൈനിലാണ് സഞ്ചരിക്കുന്നത് കൂടുതൽ. ഇവിടെയും സൂര്യ എന്നൊരു സ്റ്റാറിന് വേണ്ടി എന്തൊക്കെ സിനിമയിൽ പോകുമെന്ന് നമുക്കറിയില്ല, എന്നാലും എന്തറിയാം. എനിവേ ഇത് ഒരു ഹോപ്പുള്ള പ്രോജക്റ്റ് തന്നെയാണ്. സോ എനിവേ സിനിമ വരട്ടെ. അതായത് അടുത്ത വർഷത്തെ ഒരു സമ്മർ റിലീസ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ ഡേറ്റ് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. ഇനി ട്രെയിലർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ടല്ലോ. വെയിറ്റ് ചെയ്യാം സൂര്യയുടെ അടുത്ത കംബാക്കിനായിട്ട്.